വെൽക്കം ബാക്ക് ടു ടി ടാക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയുണ്ട്. എല്ലാ സിനിമയും ഒരുപോലെ ഇരിക്കുന്നു. എവിടെ നോക്കിയാലും സാധാരണക്കാരുടെ കഥകൾ, പ്രകൃതി ഭംഗി, റിയലിസം തുടങ്ങിയവ. സത്യം പറയൂ, നിങ്ങൾക്ക് മടുത്തോ ഈ അമിത റിയലിസം? അതോ പഴയ പൾസർ സൈക്കിളിൽ വന്ന് വില്ലനെ അടിച്ചു പറത്തുന്ന മാസ് പടങ്ങൾ തന്നെയാണോ നല്ലത്? നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 10-12 വർഷമായി മലയാള സിനിമയിൽ ഒരു വിപ്ലവം തന്നെ നടന്നു. മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ്, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, വാവ്, ഇതാണ് സിനിമ. പക്ഷേ നമ്മുടെ അയൽപക്കത്തെ ചേട്ടനെ പോലെയോ അനിയനെ പോലെയുള്ള നായകന്മാർ, അവർക്ക് സൂപ്പർ പവർ ഇല്ല, അവർ കരയും, അവർക്ക് പേടിയുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാ സിനിമയും ഈ ഒരു റൂട്ടിൽ മാത്രം പോകുമ്പോൾ ഒരു ചെറിയ മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കുന്നതും മീൻ പിടിക്കുന്നതും വെറുതെ ഇരിക്കുന്നതും ഒക്കെ 5 മിനിറ്റ് കാണിക്കുമ്പോൾ പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങുന്നു, ഇതിൽ കഥ എവിടെ? ഇവിടെയാണ് നമ്മൾ ആ പഴയ ആവേശത്തെ ഓർക്കുന്നത്. ഒരു മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് 10 പേരെ ഒറ്റയടിക്ക് പറത്തുന്ന ആ പഴയ ആവേശം. എന്തുകൊണ്ടാണ് RRR പോലുള്ള സിനിമകൾ ഇവിടെ തരംഗമാകുന്നത്? അല്ലെങ്കിൽ KGF കാണാൻ നമ്മൾ ഇത്രയധികം ആവേശം കാണിക്കുന്നത്? കാരണം സിനിമ എന്നത് വെറും ഒരു ജീവിതം മാത്രമല്ല, അതൊരു എസ്കേപ്പിസം കൂടിയാണ്. ജീവിതത്തിലെ ടെൻഷനൊക്കെ മറന്ന് സ്ക്രീനിൽ ഒരാൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമാണ്. റിയലിസം നമുക്ക് മികച്ച അഭിനേതാക്കളെയും ലോക നിലവാരമുള്ള മേക്കിങ്ങും തന്നു, അതിൽ സംശയമില്ല. പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കാനും ആവേശത്തോടെ വിസിൽ അടിക്കാനുമുള്ള വക അതിൽ കുറവാണ്. മറുഭാഗത്ത് മാസ് പടങ്ങൾ പലപ്പോഴും ലോജിക്കില്ലാത്തവയാകും. പക്ഷേ അവ തരുന്ന ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെറുതല്ല. മലയാളത്തിലും ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഭീഷ്മപർവം പോലുള്ള സിനിമകൾ റിയലിസവും മാസും കൃത്യമായി മിക്സ് ചെയ്യാൻ ശ്രമിച്ചവയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് രണ്ടും വേണം. നല്ല കഥയുള്ള റിയലിസ്റ്റിക് സിനിമകളും വേണം, ഇടയ്ക്കൊക്കെ നമ്മുടെ ചോര തിളപ്പിക്കുന്ന മാസ് പടങ്ങളും വേണം. പക്ഷേ ഒരു വിഭാഗം മാത്രം അമിതമായാൽ പ്രേക്ഷകർ കൈവിടും. അപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? പച്ചയായ ജീവിതം പറയുന്ന റിയലിസ്റ്റിക് സിനിമകളോ അതോ തിയേറ്ററിൽ പൂരപ്പറമ്പ് തീർക്കുന്ന മാസ് എന്റർടൈനുകളോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടി ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.